ഹലോ വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ സ്ഥിരം ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീറ്റ് വെച്ചിട്ടാണല്ലോ ബിരിയാണി പ്രിപ്പയർ ചെയ്യാറ്. പക്ഷേ ആ ബിരിയാണിനേക്കാളും വളരെ രുചിയായിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഹോൾ സ്പൈസസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ബേ ലീവ്സ് ഉണ്ട്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളകുണ്ട്, അതുപോലെ വലിയ ജീരകം, പിന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 1.5 സവാള നീളത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് തക്കാളി, പച്ചമുളക്. പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ വെജീസാണ്. അതായത് ഗ്രീൻ പീസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നിങ്ങൾക്ക് ഫ്രഷ് വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് സോയ ചങ്ക്സ് ആണ്. ഇത് ഞാൻ നല്ലോണം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം നല്ലോണം പിഴിഞ്ഞെടുത്തു, ചൂട് മാറിയതിന് ശേഷം. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് കുറച്ച് പൊട്ടാറ്റോ ഇതുപോലെ സെയിം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള റേസിൻസും കാഷ്യൂ നട്ട്സും. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി ചോപ്പ് ചെയ്തത്. പിന്നെ വേണ്ടത് റൈസാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കുക്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് വെള്ളത്തിൽ ഉപ്പും അതുപോലെ നെയ്യും ചേർത്തിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് സോയാബീനും അതുപോലെ പൊട്ടറ്റോയും ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. സോയ ചങ്ക്സ് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പൊട്ടറ്റോസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ സെയിം പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കാം കേട്ടോ. അത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കാം. സവാള നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കത് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കറി കുക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ മസാല, അതായത് സവാളയും തക്കാളിയും പിന്നെ നമ്മൾ ചേർക്കുന്ന ചേരുവകളൊക്കെ നല്ലോണം കുക്കാവണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നതിന് ശേഷം ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു. എന്നിട്ടൊരു 15 മിനിറ്റ്സ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളി കുക്ക് ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ. തക്കാളി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല,
പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയും പച്ചമണം മാറുന്ന വരെ നമ്മൾ നല്ലോണം വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ വെജിറ്റബിൾസ് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. എന്നാൽ പോലും ആ റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് എഗെയിൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ഇപ്പോൾ എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കാം. ഞാനിപ്പോൾ ഗ്രീൻ പീസ് കുക്കായിട്ടുണ്ടോ നോക്കിയതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോസും ചേർത്ത് കൊടുക്കാം. എനിക്ക് ആ വീഡിയോ മിസ്സായിപ്പോയി, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഇനി നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള സോയ ചങ്ക്സും പൊട്ടറ്റോസും ആ മസാലയിലേക്ക് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ദം ചെയ്യുന്നില്ല, ജസ്റ്റ് റൈസ് മുകളിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നേ ഉള്ളൂ. അതായത് പുതിനയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള പിന്നെ കാഷ്യൂ റൈസിൻസും ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് നെയ്യ് ബാക്കിയുണ്ടായിരുന്നു, അതും ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ്സ് വെരി ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. താങ്ക്